السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. ما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا فتحنا لك فتحا مبينا صدق الله العلي العظيم. ഈ തിരുവാക്യത്തിൽ മഹത്തായ ഈ സംഗമം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു. ഒന്നരായ ഉസ്താദ് മുനീർ ഹുദവി, മഹല്ല് പ്രസിഡന്റ് അറക്കൽ മുഹമ്മദ് അലി ഹാജി, സെക്രട്ടറി അബ്ദുൽ നാസിർ ഹാജി, മറ്റ് മഹല്ല് നേതൃത്വങ്ങൾ, വേദിയിലും സദസ്സിലും ഉള്ള പണ്ഡിതന്മാർ, കാരണവന്മാർ, സഹോദരന്മാർ, വിദ്യാർത്ഥികൾ, ഉമ്മമാർ, സഹോദരിമാർ, വിദ്യാർത്ഥിനികൾ, എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഈ കുന്നത്ത് മഹല്ല് ഇതുപോലെ വിപുലമായ രൂപത്തിൽ ഒരു സംഗമം ആദ്യമായാണ് നടത്തപ്പെടുന്നത്. എന്നിരുന്നാലും നമ്മുടെ മഹല്ലത്തിലെ 3 മദ്രസകൾ കേന്ദ്രീകരിച്ച് മഹല്ലിലുള്ള ജനങ്ങൾക്ക് അറിവും സംസ്കാരവും യഥാസമയം പകർന്നു നൽകിയിട്ടുണ്ട്. ആ വിഷയത്തിൽ ഇതര മഹല്ലുകൾ അപേക്ഷിച്ച് കുന്നത്ത് മഹല്ലിലുള്ള മഹല്ല് നിവാസികൾ സമാധാന പ്രിയരും സംസ്കാര സമ്പന്നരും ധാർമ്മിക ബോധവുമുള്ള ഒരു തലമുറയാണ് എന്നതിൽ സന്തോഷം പങ്കിടുകയാണ്. നമ്മുടെ മഹല്ലിൽ മയ്യത്ത് പരിപാലനത്തിനും മയ്യത്ത് കുളിപ്പിക്കാനുമൊക്കെ വനിതകൾ തന്നെ 20ഓളം വരുന്ന വനിതകൾ തന്നെ അറിവുകൾ കൈവരിച്ചവരാണ് എന്ന വസ്തുത നാം അറിയുമ്പോൾ നമ്മുടെ മഹല്ല് എത്രമാത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നതിൽ നമുക്ക് സമാധാനിക്കാനുണ്ട്. ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. എന്നിരുന്നാലും പത്രമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും ഇന്ന് നാടിൻ്റെ പല ഭാഗത്തും കണ്ടുവരുന്ന പല പ്രവണതകളും മഹല്ലിലുള്ള നമ്മുടെ മഹല്ല് കമ്മിറ്റിയെയും മഹല്ല് നേതൃത്വത്തെയും ആശങ്കാകുലരാക്കിയിട്ടുണ്ട്. ലഹരിക്കടിമപ്പെടുന്ന ചെറുപ്പക്കാർ, മക്കൾ വീട്ടിലേക്ക് എത്തുന്നത് ഭയപ്പെടുന്ന രക്ഷിതാക്കൾ, വിദ്യാലയങ്ങളിലേക്ക് പറഞ്ഞയച്ചാൽ അവർ തിരിച്ചെത്തുമോ എന്ന ഭയമുള്ളവർ, മക്കൾ വീട്ടിൽ വന്നില്ലായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾ, ഈയൊരു സാഹചര്യത്തിൽ നമ്മുടെ മഹല്ല് നേതൃത്വം ഉണർന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമാണ് നാം ഇന്ന് ഇവിടെ സംഘടിച്ചിട്ടുള്ളത്. മഞ്ചേരി അടുത്തുള്ള ഒരു മഹല്ലിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ വിവാഹാന്വേഷണം നടത്തി. സുന്നി പ്രവർത്തകനായ ഒരാളാണ് വരൻ. നിക്കാഹ് തീരുമാനിച്ചു.
നിക്കാഹിന് വേണ്ടി പ്രമുഖനായൊരു സയ്യിദിനെ ഏർപ്പാട് ചെയ്തു. പല പണ്ഡിതന്മാരെയും ആ സദസ്സിലേക്ക് വരൻ ക്ഷണിച്ചു. അതിനുശേഷം നിക്കാഹിൻ്റെ 2 ദിവസം മുമ്പ് പെണ്ണിൻ്റെ വീട്ടുകാരെ അറിയിക്കുകയാണ്, ഈ വിവാഹത്തിൽ പെണ്ണിന് താല്പര്യമില്ല. വളരെ ഭയപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ആ വരൻ്റെ കുടുംബം കേൾക്കാൻ കഴിഞ്ഞത്. എന്താണ് ഇതിൻ്റെ കാരണമെന്ന് അന്വേഷിച്ചപ്പോൾ പെണ്ണ് ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല ഈ വിവാഹം എന്ന് പറഞ്ഞപ്പോൾ എന്താണതിൻ്റെ കാരണമെന്ന് അന്വേഷിച്ചു. പെണ്ണ് പറയുന്നത്, എനിക്ക് അന്വേഷിക്കുന്ന ഈ വരൻ ലഹരിക്കടിമപ്പെടുന്നവനാണ് എന്ന് ഒരു റിപ്പോർട്ട്, വിശ്വാസപരമായ റിപ്പോർട്ട് എനിക്ക് ലഭിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ നിന്ന് പിന്മാറുന്നത് എന്ന് ആ ഡിഗ്രിക്ക് പഠിക്കുന്ന പെൺകുട്ടി, 2 കുടുംബവും ദീനീപരമായി നല്ല നിലയിലുള്ള 2 കുടുംബമാണ്. ഈ വരനെക്കുറിച്ചാണ് ഈ ആരോപണം വന്നിട്ടുള്ളത്. വരൻ സത്യത്തിൽ ഞെട്ടിപ്പോയി. വരൻ പറഞ്ഞു, എൻ്റെ ചുണ്ടിലേക്ക് ലഹരി ജീവിതത്തിൽ ഞാൻ വെച്ചു നോക്കിയിട്ടില്ല. അതിനെ പഠിപ്പിക്കുന്ന, അത് വെച്ചു നോക്കാൻ പാടില്ലെന്നും അത് വളരെ വിപത്താണെന്നും പഠിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് ഞാൻ. അതുകൊണ്ട് ആ പെണ്ണിനെ പ്രത്യേകം ചോദ്യം ചെയ്തുകൊണ്ട് എന്താണ് ഇതിൻ്റെ യഥാർത്ഥ കാരണമെന്ന് കണ്ടെത്തണമെന്ന് പറഞ്ഞപ്പോൾ, അവസാനമായി ആ പെണ്ണിനെ ചോദ്യം ചെയ്തപ്പോൾ ആ പെണ്ണിന് പാലക്കാട് ജില്ലക്കാരനായ മതസ്ഥനായ ഒരു സഹോദരനുമായി സ്നേഹത്തിലാണ്. ഈ കല്യാണം മുടങ്ങി, അത് ആ വരനെ കിട്ടണം. അന്യമതസ്ഥക്കാരനായ ആ സഹോദരനെ അവനോടുകൂടെ ജീവിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടെയാണ് ഇങ്ങനെയുള്ളൊരു ആരോപണം യഥാർത്ഥത്തിൽ ആ പെണ്ണ് പറഞ്ഞത് എന്ന് പിന്നീടാണ് വ്യക്തമായത്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തും മറ്റു പല മഹല്ലുകളിലും ഇങ്ങനെയുള്ള ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയും. ഉപ്പാനെ അടിച്ച് അടുത്ത ദിവസമായി നാം കേട്ടു, ആ അടി കൊണ്ട് ഉപ്പ മരണപ്പെട്ടു. ഉമ്മാനെ വധിച്ചത് എൻ്റെ കാരണം ചോദിച്ചപ്പോൾ, എനിക്ക് ജന്മം നൽകിയതിൻ്റെ പേരിലാണ് ഉമ്മാനെ ഞാൻ അറുകൊല നടത്തിയത് എന്നാണ്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ തീർച്ചയായും നമ്മുടെ വളർന്നു വരുന്ന തലമുറക്ക് ബോധം നൽകേണ്ട ബാധ്യത നമ്മുടെ മഹല്ല് കമ്മിറ്റിക്കുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ളൊരു സദസ്സ് സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും ആ ഉദ്യമം ഇവിടെ സാധിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. കാരണം നമുക്ക് ക്ലാസ് എടുത്തു തരുന്നത് അതിന് പര്യാപ്തമായ നല്ല യുവാക്കളായ 2 പണ്ഡിതന്മാരാണ്. തീർച്ചയായും ഇത് നമുക്ക് ഉപകരിക്കുന്ന രൂപത്തിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.